സഭാതലവനും അഡ്മിനിസ്ട്രേറ്ററും മാതൃകയാകുമോ? ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭാതലവൻ തട്ടിൽ പിതാവും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും ഒപ്പിട്ട് സർക്കുലർ ഇറക്കിയത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ജൂലൈ 3-ന് അവർ തന്നെ അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച് സ്വയം മാതൃകയാകണം. അല്ലാത്ത പക്ഷം സഭാവിശ്വാസികളോടുള്ള കൊടിയ വഞ്ചനയായിരിക്കും അത്. ഇതിന് കാരണം കഴിഞ്ഞ ഡിസംബർ 25-ന് ഇതുപോലെ സർക്കുലർ ഇറക്കി വിശ്വാസികളെ പറ്റിച്ചതാണ്. സഭാതലവനായിട്ട് ഇന്ന് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും പള്ളികളിൽ തട്ടിൽ പിതാവ് ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ഇത്തരത്തിൽ ചെയ്യുന്ന ഒരാളെ സഭാവിശ്വാസികൾ എങ്ങനെ വിശ്വസിക്കും? 56 പേരുള്ള മെത്രാൻ സമിതിയിൽ 4 വോട്ട് മാത്രം കിട്ടിയ വ്യക്തിയെ മെത്രാൻ സമിതിക്ക് പോലും വിശ്വാസമില്ല. ഒപ്പം ഇത്തരത്തിൽ പെരുമാറുന്ന വ്യക്തിയിൽ വിശ്വാസികൾക്ക് എങ്ങനെ വിശ്വാസമുണ്ടാകും? പരാതിയും പരിഭവങ്ങളും പറയുന്നവരോട് പകയോടെ നിഷേധാത്മക സമീപനം നടത്തുന്നത് ഒരു ആത്മീയ നേതാവിന് ചേർന്നതാണ്. ഓരോ സഭാനുകൂല വൈദികന്റെയും വിശ്വാസിയുടെയും അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നിഷേധിക്കാൻ കഴിയുമോ?